പറയാതെ പോകുവാനാശിച്ചതല്ല ഞാൻ, എങ്കിലും പോകാതെ തരമില്ലൊരിക്കൽ നാം. പറയാതെ പോകുവാനാശിച്ചതല്ല ഞാൻ, എങ്കിലും പോകാതെ തരമില്ലൊരിക്കൽ നാം. ശേഷിക്കും നേരമെൻ മുന്നിൽ തെളിഞ്ഞൊരാ കർമ്മത്തിൻ പാതയാണിനി എൻ്റെ കൂട്ടിനായി. നാളുകളേറെ ഞാൻ മണ്ണിൽ മനുഷ്യനായി ജീവിച്ചതത്രയും ഓർമ്മയായി മാറവേ. നാളുകളേറെ ഞാൻ മണ്ണിൽ മനുഷ്യനായി ജീവിച്ചതത്രയും ഓർമ്മയായി മാറവേ. കാലത്തിൻ കൈകളിൽ ചേർത്തൊരൻ നിദ്രയെ അറിയാതെ പുൽകി ഞാൻ ഒരു രാത്രി എന്ന പോൽ. കാലത്തിൻ കൈകളിൽ ചേർത്തൊരൻ നിദ്രയെ അറിയാതെ പുൽകി ഞാൻ ഒരു രാത്രി എന്ന പോൽ. ഈ ദേഹദേഹിയും ആത്മാവുമൊന്നായ നാളുകളിന്നിതാ തീർന്നിടുമ്പോൾ പറയാതെ പോകുവാൻ ആശിച്ചതല്ല ഞാൻ, എങ്കിലും പോകാതെ തരമില്ലൊരിക്കൽ നാം. എങ്കിലും പോകാതെ തരമില്ലൊരിക്കൽ നാം. നീലാബ്ധിവീചി പരിസേവിത പുണ്യഭൂമി ശൈലാധിരാജ പരിശോഭിത ദേവഭൂമി. ഈ ഹിന്ദുഭൂമി ഭുവനത്രയ പൂജ്യയായി തീരാഞ്ജപിക്ക പരിപാവന സംഘമന്ത്രം. സമ്പൂർണ്ണ വൈഭവമുയർന്നു ജഗദ്ഗുരുത്വം കൈവന്നിരുന്ന പരമോന്നത ഹിന്ദുരാഷ്ട്രം. ആ ചന്ദ്രതാരമണയാത്ത കെടാവിളക്കായി തീരാഞ്ജപിക്ക പരിപാവന സംഘമന്ത്രം.
പോരിന്നു പണ്ടു മുതലേ വഴികാട്ടി വന്ന് നാടിനെഴും പരമദീനതയിന്നു കാൺകേ നോവുന്നു ചിത്തമണുവെങ്കിലഖണ്ഡഭക്തി പൂർവം ജപിക്ക പരിപാവന സംഘമന്ത്രം. ഹിന്ദുക്കൾ തൻ വിഘടിത സ്ഥിതി വേരറുക്കാൻ അത്യന്ത സംഘടിത ശക്തി പരം വളർത്താൻ നാമാവശേഷ സ്വയമേവ മൃഗേന്ദ്രഭാവം നേടാൻ ജപിക്ക പരിപാവന സംഘമന്ത്രം. പൂവിട്ടു വാഴ്ത്തി അനുകൂലികളാദരിക്കാം ശൂലത്തിലേറ്റി എതിരാളികൾ നിഗ്രഹിക്കാം ഖേദം പ്രമോദമിവ വേണ്ട നിതാന്ത ശാന്ത ഭാവം ജപിക്ക പരിപാ. പരിപാടി അധ്യക്ഷം വഹിക്കുന്നതിന് സംഘചാലക് ശ്രീ എം സത്യൻ, മഹാനഗർ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സംഘടനയ്ക്കും പൊതുജനങ്ങൾക്കും ദുഃഖമുണ്ടായി സൂചനയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ സംഭവത്തിൽ ഞങ്ങളുടെ സന്ദേശ ആരായണ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുപ്പത്തങ്കാലം തിരിച്ച് വിശദാന്വേഷണം നടത്തി ആ പരിചയപ്പെട്ട എല്ലാവർക്കും ഒരു സഹോദര വിശേഷമായ സ്നേഹത്തോടും എല്ലാവരോടും പെരുമാറി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. മുപ്പത്തങ്കാലം തിരിച്ച് വിശദാന്വേഷണം നടത്തി നടക്കുമ്പോൾ അതിലേക്കൊന്നും ചെല്ലാതെ തൻ്റെ കർമ്മപദം എന്താണോ അതില് പൂർണ്ണമായിട്ടും അർപ്പിച്ച്, അത് ആഘോഷമല്ല, അത് നമ്മൾ ജീവിതം കൊണ്ട് ചെയ്ത് കാണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അച്ഛൻ വളരെ കാലം മുമ്പ് തന്നെ സ്വയംസേവകനാണ്, ചില കാര്യകർത്താവായിട്ടൊക്കെ നിന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടാണ് ശ്രീ സനേഷും പിറന്നിരിക്കുന്നത്. രണ്ടുപേരും ഇന്ന്, ഒരാളിന്ന് നമ്മളൊപ്പം ഇല്ലെങ്കിലും രണ്ടുപേരും സംഘത്തിൻ്റെ കാര്യകർത്താക്കളാണ്. നിഷ്ഠയോടെയുള്ള സംഘപ്രവർത്തനം, നേരത്തെ പറഞ്ഞു ITCയുടെ കാര്യം പറഞ്ഞു, 2006 അദ്ദേഹം സംഘത്തിൻ്റെ ഒരു ശിക്ഷണ വർഗമാണ് അത് നടത്തിയിരിക്കുന്നത്. ഏത് രൂപത്തിലേക്കാണ് വളരേണ്ടത്, ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നെല്ലാം അവിടെ നിന്ന് മാർഗനിർദ്ദേശം കിട്ടുന്നതാണ്. കൃത്യതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി, എല്ലാവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി, വളരെയേറെ പ്രവർത്തിക്കാൻ ത്വരയുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഭവന സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങളെ നിരന്തരം ഈ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ആര് നിർബന്ധിക്കും? മുതിർന്ന ആളുകൾ നിർബന്ധിക്കും. അപ്പൊ സംഘത്തിന്റെ രീതി അനുസരിച്ച് അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി അതിനെ ഇവിടെ അനുസ്മരിച്ച എല്ലാവരും സനേഷിന്റെ
വ്യക്തി ജീവിതത്തെയും സംഘടനാ ജീവിതത്തെയും സമാജ ജീവിതത്തെയുമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പൂക്കളർപ്പിക്കാൻ വേണ്ടി കാത്തുനിന്നു. പ്രകൃതി കനിഞ്ഞരുളിൽ ശാന്തമായ അന്തരീക്ഷം, ആർക്കും ഒരു അപകടവും പറ്റരുത് എന്നായിരുന്നു സംഘകുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും പ്രാർത്ഥന. കാരണം തിരക്കേറിയ റോഡാണ്, തിരക്ക് പിടിച്ച് മൂടിക്കതച്ച് ഈ ഒരു പരിപാടിക്ക് വേണ്ടി എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ആർക്കും ഒരു അപകടവും പറ്റാതെ ഈ പരിപാടി പൂർത്തീകരിക്കുക, അങ്ങനെ അദ്ദേഹത്തെ യാത്രയക്കണേ നാമജപത്തോടുകൂടി. പക്ഷേ തന്നെ ചുമതലയുള്ള ഒരു മുതിർന്ന കാര്യകർത്താവ് ആ മുഖത്തേക്ക് നോക്കി ഒന്ന് വിതുമ്പി. ഉള്ളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു സംഘമുണ്ട്. ആ സംഘം പഠിപ്പിക്കുന്നത് നന്മ മാത്രമാണ്. ആ നന്മയിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ എത്തിച്ച് ഈ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തി ഈ നാടിന്റെ വിളക്കായി തീരുന്ന നല്ല നല്ല വ്യക്തികളെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു പ്രേരണ ഈ സമയത്ത് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ ശ്രദ്ധാഞ്ജലി ഇവിടെ അർപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കടക്കം എല്ലാവർക്കും സനീഷിനെ സ്മരിക്കാനുണ്ട്. അവര് എല്ലാവർക്കും അവസരം ലഭിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിവരം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.